മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അതിപുരാതന ദേവാലയമായ ചേപ്പാട് സെന്റ് ജോർജ് വലിയ പള്ളിയിലെ നാനാജാതി മാതൃക്ക് അഭയകേന്ദ്രവും ആശ്വാസകേന്ദ്രവുമായി പരിലസിക്കുകയാണ്. പ്രത്യേകിച്ച് നാടിൻ്റെ വികസനം ക്രൈസ്തവ സഭ എപ്പോഴും ലക്ഷ്യബോധത്തോടുകൂടെ പങ്കാളികളായിട്ടുള്ളതാണ്. ഈ ദേവാലയത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് നഷ്ടമാകാത്ത നിലയിൽ അത് സംരക്ഷിക്കുവാനുള്ള ആർക്കിയോളജി വകുപ്പിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവും, അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കോടതികളുമൊക്കെ അനുകൂലമായ നടപടികളുമൊക്കെ പള്ളിക്ക് അനുകൂലമായി നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും അഭയകേന്ദ്രവുമാണ് കുരിശ്. ഒരു ഏകാധിപത്യ രാജ്യത്തിൽ പോലും നടക്കാത്ത നിലയിൽ ആ കുരിശിനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്ത നിലയിൽ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ഒരു മുന്നറിവുമില്ലാതെ ഏകപക്ഷീയമായത് തകർത്ത് വിശുദ്ധന്മാരുടെ ചിത്രത്തിന്മേൽ എറിഞ്ഞു കളയുന്ന ഒരു സാഹചര്യം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരിക്കലും പരിഹൃതമാകാത്ത മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മറ്റേതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തോടായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടുത്തെ വിശ്വാസികളുടെ സഹനവും ആയതുപോലെ തന്നെ മര്യാദയും ആയതുപോലെ തന്നെ ദൈവഭയവും ഒക്കെ വാസ്തവത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. ഇതിൻ്റെ അധികാരികൾ ഇന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കസ്റ്റോഡിയനായ പള്ളിയുടെ വികാരിയോ അല്ലെങ്കിൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ആരെയെങ്കിലും രേഖാമൂലം എന്തെങ്കിലും ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? ഉദ്യോഗസ്ഥര് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ കുരിശടി ഞങ്ങൾക്ക് പൊളിച്ചു മാറ്റണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രേഖാമൂലം നോട്ടീസ് തന്നിട്ട് ഞങ്ങളത് പാലിക്കാതിരുന്നെങ്കിൽ ഗവൺമെന്റിന്റെ ശക്തി ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുകയില്ലായിരുന്നു. ഇതൊരു ദിവസം കൊണ്ട് വൈകിട്ട് 4:30 മണിക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് പള്ളി കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി ബുൾഡോസർ കൊണ്ട് ഒരു കുരിശ് തകർത്ത് തച്ചുടയ്ക്കുക എന്ന് പറയുന്നത് വിശ്വാസികളെ തകർത്തുടയ്ക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. ഇത് മലങ്കര സഭയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആരൊക്കെ അധികാര കേന്ദ്രങ്ങളാണോ ഇതിന് ബാധ്യസ്ഥരായിട്ടുള്ളത് അവർക്കെതിരെ തക്കതായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ സഭാമക്കൾ ശക്തമായ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഇറങ്ങുമെന്നുള്ളതും പ്രത്യേകമായിട്ട് മുന്നറിയിപ്പ് നൽകും. നാഷണൽ ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ചേപ്പാട് സെന്റ് ജോർജ് വലിയ പള്ളി, ചേപ്പാട്ട് താമസിക്കുന്നവർക്കും നാനാജാതി മതസ്ഥരായ അംഗങ്ങൾക്കും ആശ്രയമായി നിലനിൽക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുരാതനമായ പള്ളി, വിശുദ്ധ ഗീവർഗീസുകാരുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ പള്ളിയിൽ 1825 മുതൽ 55 വരെ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്നു മലങ്കര സഭയെ നയിച്ച പുണ്യശ്ലോകനായ ദിവന്യാശ്വസ് തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് അതിപ്രാധാന്യത്തോടെ സഭ കാണുന്ന ഒന്നാണ്. ആ ദേവാലയം അതിൻ്റെ പുരാതനമായ ഒരു കുരിശടി നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ ഭാഗമായി ഏകപക്ഷീയമായി ചുമതലപ്പെട്ടവർ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇന്ന് വന്ന് നശിപ്പിക്കുന്ന ഒരനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. അത് ഇടവജനങ്ങളെ മാത്രമല്ല മലങ്കര സഭയിലെ ഉടനീളമുള്ള വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ്. അതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു കുരിശിന് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വികാരമാണ്. ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാവികളായ വിശ്വാസികൾക്ക് വേണ്ടി കുരിശുമരണം പ്രാപിച്ചു എന്നുള്ളതാണ് കുരിശിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പ്രാധാന്യം. അത് ഒരു വികാരമായി ഞങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ അത് സ്ഥാപിച്ചിട്ടുള്ള ഒരു കുരിശടി, അത് ശരിയായ നോട്ടീസ് ഇല്ലാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുരിശ് ചേപ്പാട്ട് പള്ളിയുടെ മതിൽക്കെട്ടിനുള്ളിൽ അതിന്റെ പൂർണ്ണ അധികാരത്തോടും അവകാശത്തോടും കൈവശത്തിലും ഇരിക്കുന്ന ഒരു വസ്തുവിൽ നിൽക്കുന്ന കുരിശടി യാതൊരുവിധമായ നോട്ടീസും ഇല്ലാതെ കൈയേറി നടത്തിയ പ്രവർത്തനം അതി പ്രതിഷേധാർഹമാണ്. അത് ഇടവജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു, സഭ ഒന്നടങ്കം ഇതിനകത്ത് പ്രതിഷേധിക്കുന്നു. പ്രത്യേകിച്ചും ഒരു കുരിശ് നശിപ്പിച്ചു എന്നതിലുപരി
അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഗീവർഗീസ് സദായുടെ ഫോട്ടോ, ഇതെല്ലാം ഏകപക്ഷീയമായ ഒരു വ്യക്തിയുടെ നടപടി കാരണം വ്രണപ്പെട്ട ഒരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്, സഭാംഗങ്ങൾ മൊത്തമായിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒരു വികാരം ഗവൺമെന്റ് മാനിച്ച് ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത്, തക്കതായ ശിക്ഷ കൊടുത്ത് സസ്പെൻഡ് ചെയ്ത് ഇതിന് പരിഹാരമുണ്ടാക്കാൻ തക്കവണ്ണം ഗവൺമെന്റ് അധികാരികൾ ഇടപെടണമെന്ന് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുക.